ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് പുകമറയ്ക്കപ്പുറം എന്ന ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോക്കുന്നതിന് ഇതെല്ലാം നിങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിശദീകരണങ്ങളില്ലാതെ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ഒരമ്മയ്ക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശാപമാണത് എന്ന് ഡോക്ടർ നിരീക്ഷിക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? കാരണം മനോജ് എന്ന് പറയുന്ന ആ ഒരു രോഗിയുടെ അമ്മ തികച്ചും ഒരു ഡോക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രോഗത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ശാപമായിട്ട് നമ്മുടെ വി.പി. ഗംഗാധരൻ സാറ് കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ കാണുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: മനോജിൻ്റെ രോഗാവസ്ഥ എന്താണ്? അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ. അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ അത് ഏകദേശം ഒരു മാരകമായിട്ടുള്ളൊരു ക്യാൻസർ രോഗമാണ്. അതിന് ധാരാളം സൈഡ് എഫക്റ്റ്, അതായത് കീമോതെറാപ്പിയും മറ്റ് റേഡിയേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ധാരാളം സൈഡ് എഫക്റ്റ്, അതിന് മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ സൈഡ് എഫക്റ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസർ തന്നെയാണത്. അപ്പോൾ അതാണ് അതിൻ്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കാര്യങ്ങൾ വേഗം മനസ്സിലാക്കേണ്ടവർ തന്നെ സത്യത്തിനു നേരെ മുഖം തിരിച്ചു നിൽക്കുന്നു. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? കാരണം എന്ത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? മനോജിൻ്റെ അമ്മയെക്കുറിച്ച് അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? അവൻ എന്തുകൊണ്ടാണ് ആ രോഗമുണ്ട് എന്ന് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല, അല്ലെ ആ ഡോക്ടർ ദമ്പതികൾക്ക്, അല്ലെങ്കിൽ മനോജിൻ്റെ അച്ഛനും അമ്മയ്ക്കും പാരൻസിനും അവനൊരു ക്യാൻസർ ആണെന്നത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതാണ് കാര്യം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ: മനോജിൻ്റെ മയക്കുമരുന്നുകൾ ലഭിച്ചിരുന്നത് എങ്ങനെയാണ്? എവിടെ നിന്നാണ്? എവിടെ നിന്നായിരുന്നു? സ്നേഹം പണവും വാരിക്കോരി കൊടുത്തിരുന്ന അമ്മ തന്നെയാണ് മകന് ഈ ഒരു യോഗശയ്യയിൽ കിടക്കുമ്പോഴും മയക്കുമരുന്നുകളും മറ്റും എത്തിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ്: ഒരാൾ നാശമാകാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? മനോജിനെ നാശമാക്കിയ സാഹചര്യങ്ങളേവ എന്തൊക്കെയാണ്? മാതാപിതാക്കൾ തന്നെയാണ് അവനെ നാശമാക്കിയിരിക്കുക. കാരണം എന്തിനും ഏതിനും ചോദിച്ചാലും പണം കൊടുക്കുകയും ചെറുതായിരുന്നപ്പോൾ അവന് സ്കൂളിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ അവന് കിട്ടിയിരുന്ന ഭക്ഷണം എന്തായിരുന്നു? ടാങ്കും അതേപോലെ തന്നെ ഒരു ഐസ്ക്രീമും ആയിരുന്നു അല്ലേ. അതാണ് അവൻ ഇപ്പോഴും, അത് തന്നെയാണ് അവൻ്റെ ശീലം. അപ്പോൾ ഭക്ഷണം വരെ ഉണ്ടാക്കി കൊടുക്കാതെ കാരണം ഫുൾ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളായിരുന്നു. അച്ഛനും അമ്മയ്ക്കും രണ്ടുപേരും പ്രഗത്ഭരായ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ മകനെ നോക്കാനോ, അല്ലെങ്കിൽ അവനെ ഒന്ന് സ്നേഹിക്കാനോ, അല്ലെങ്കിൽ അവന് വേണ്ട ഒരു ശാസനം കൊടുക്കാനോ, ആവശ്യമായ രീതിയിൽ ഒരു ശാസനം നൽകാനോ ഒന്നും അവർ ശ്രമിച്ചിരുന്നില്ല. അതാണ് അവനെ നാശാക്കിയത് എന്ന് അവൻ കൂടുതൽ പറയുന്നു. മനോജിൻ്റെ ഭക്ഷണം എന്തൊക്കെയായിരുന്നു മനോജിൻ്റെ ഭക്ഷണം? നമ്മൾ പറഞ്ഞ എന്താണ്? ഐസ്ക്രീമും ടാങ്കും അതേപോലെ തന്നെ ശീതള പാനീയങ്ങളും മറ്റുമാണ് മനോജ് ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നത്. എന്തുകൊണ്ടാണ്? അവൻ ചെറുപ്പം മുതലേ അവൻ അത് തന്നെയാണ് ശീലം അല്ലേ. അവനെ ആരും നോക്കാനുണ്ടായിരുന്നില്ല. പാരൻസ് തിരക്കേറിയ ജീവിതത്തിനിടയിൽ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് മനോജ് കഴിച്ചിരുന്ന ഭക്ഷണം. അതിപ്പോഴും അതേപോലെ തന്നെ അവൻ ഈ രോഗശൈലിയിലും ഇപ്പോഴും ഇതേ ഭക്ഷണങ്ങൾ തന്നെയാണ്, ഭക്ഷണ രീതി തന്നെയാണ് അവന് പിന്തുടർന്ന് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മകൻ്റെ രോഗത്തെക്കുറിച്ച് തൻ്റെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടറോട് മനോജിൻ്റെ അമ്മ പറഞ്ഞതെന്ത്? മനോജിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഡോക്ടർ ഗംഗാധരൻ സാറിന്, അതായത് അമ്മയുടെ ശിഷ്യനായ ഒരു ഡോക്ടർ കൈപിടിച്ച് മാറി നിന്ന് ഒരു കാര്യം ചോദിച്ചു. അതിങ്ങനെയായിരുന്നു: താങ്കൾക്ക് മനോജിൻ്റെ രോഗനിർണയത്തിൽ തെറ്റുപറ്റിയിരുന്നു അല്ലേ? അത് വെറുമൊരു ഇൻഫെക്ഷൻ ആയിരുന്നു, വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു അല്ലേ? എന്നിട്ടും ആവശ്യമില്ലാതെ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും എല്ലാം നിങ്ങൾ നൽകിയില്ലേ അവന്? എന്തോ ഭാഗ്യം കൊണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടു പോകുന്നത്? ഇതെല്ലാം ആ ഒരു വ്യക്തി അറിഞ്ഞിരുന്നത് മനോജിൻ്റെ അമ്മയിൽ നിന്നുമായിരുന്നു. രോഗം മാറി ഇറങ്ങുമ്പോൾ മനോജിൻ്റെ അമ്മ ഡോക്ടറോട് പറഞ്ഞതെന്തായിരുന്നു? മനോജിൻ്റെ അമ്മ നിറകണ്ണുകളോടെ കൈകൾ കൂപ്പിക്കൊണ്ട് തൻ്റെ മകനെ തിരിച്ചു തന്നതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല എന്നാണ് ആ ചികിത്സകനോട്, അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറോട് മനോജിൻ്റെ അമ്മ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവരുടെ മനസ്സിൻ്റെ നില എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരുടെ മനസ്സിൻ്റെ നില? ആർക്ക്? എന്താണ് മനസ്സിൻ്റെ അവസ്ഥ? ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? തൻ്റെ ഏക മകന് ക്യാൻസർ ആണെന്ന് ചികിത്സകൻ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരമ്മയുണ്ട്. ആ അമ്മയുടെ മനസ്സ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കുമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ആ അമ്മ. അവരുടെ മാനസിക നിലയാണ് ഇവിടെ ഡോക്ടർ നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനോജിൻ്റെ ലഹരി എത്തിച്ചു കൊടുക്കുന്നതിന് അമ്മ പറഞ്ഞ ന്യായം എന്തായിരുന്നു? ലഹരി എത്തിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ മനോജ് ഈ ഒരു രോഗാവസ്ഥയിലും ഇവിടെ കിടക്കാനുമോ, അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സാ രീതികളുമായിട്ട് മുന്നോട്ട് പോകുവാനോ അവൻ സമ്മതിക്കില്ല എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് താൻ ഈ ലഹരി വസ്തുക്കളെല്ലാം മകനെ എത്തിച്ചു കൊടുക്കുന്നതെന്നാണ് മനോജിൻ്റെ അമ്മ ഡോക്ടറോട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലഹരി ഉപയോഗം മനോജിന് നൽകുന്ന മനസ്സുഖം എന്താണ്? വെറും ശാരീരിക സുഖത്തിനു വേണ്ടി മാത്രമല്ല മനോജ് ലഹരി ഉപയോഗിക്കുന്നത്. ശരീരത്തേക്കാൾ സുഖം മനസ്സിനാണ്. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കാതെ പണം മാത്രം ആവശ്യത്തിലേറെ നൽകി തന്നെ തെറ്റായ വഴികളിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന തൻ്റെ മാതാപിതാക്കളോടുള്ള ഒരു മധുര പ്രതികാരം കൂടിയാണ് ഈ ഒരു ലഹരിയുടെ ഉപയോഗമെന്ന് തന്നെ കാണാൻ വന്ന തൻ്റെ ഡോക്ടറോട് മനോജ് വിവരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും നേരം നമ്മൾ നോക്കിയത് 2-3 സെൻറ്റൻസുകളിൽ ഉത്തരം എഴുതാനുള്ളതാണ്. അടുത്ത് നോക്കുന്നത് ഒരു പാരഗ്രാഫ് റൈറ്റിങ്ങിൻ്റെയാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. അതുകൊണ്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ശ്രദ്ധിക്കണം. പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന തലക്കെട്ട് നൽകുന്ന സന്ദേശം വിവരിക്കുക. ആരൊക്കെ എങ്ങനെയൊക്കെ പുകമറ സൃഷ്ടിക്കുന്നു അതും കൂടി അതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്, ആൻസർ നോക്കാം. ചെറുപ്പത്തിലെ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയുമാണ് അവൻ്റെ ക്യാൻസർ എന്ന രോഗത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയ അമ്മയുടെ ഉള്ളിലെ കുറ്റബോധവും മകന് ക്യാൻസർ ആണെന്നത് തങ്ങളുടെ അന്തസ്സ് കളങ്കമാക്കുമെന്ന് ആ ഒരു രോഗനിർണയത്തിൽ ഡോക്ടർക്ക് ചികിത്സ പിഴവ് വന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ ഒരു പുകമറ സൃഷ്ടിക്കുകയും ചെയ്യുന്ന മനോജിൻ്റെ അമ്മ
പിന്നെ കാണാൻ കഴിയുന്നത് കുട്ടിക്കാലത്ത് മകന് കൊടുക്കേണ്ടിയിരുന്ന സ്നേഹപരിലാളനയ്ക്ക് പകരം അവന് നൽകിയത് ധാരാളം സ്വത്തും സമ്പാദ്യവും അല്ലെങ്കിൽ ധാരാളം പണം നൽകി അവനെ ലഹരിക്ക് അടിമയാക്കിപ്പെട്ട് അത് തങ്ങൾക്ക് വന്നിരിക്കുന്ന വീഴ്ചയാണെന്ന് മനസ്സിലാക്കി അതിനെ ഒരു പുകമറയ്ക്കുള്ളിലാക്കി വയ്ക്കുന്ന മാതാപിതാക്കൾ. ഇതെല്ലാമാണ് ഈ ഒരു സ്റ്റോറിയിൽ പുകമറയ്ക്കപ്പുറം എന്ന ഈ ഒരു തലക്കെട്ടിന് ഏകദേശം അനുയോജ്യമായിട്ടുള്ള സന്ദർഭങ്ങൾ. സ്നേഹം കിട്ടാതെ വളരുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ എല്ലാം ലഹരിക്ക് അടിമപ്പെടുകയില്ല. പക്ഷേ മനോജിൻ്റെ ഈ ഒരു ജീവിതത്തിന് ഉത്തരവാദികൾ തൻ്റെ മാതാപിതാക്കളാണ് എന്ന് അവൻ സ്വയം വിശ്വസിക്കുന്നു, അല്ലെ അവൻ സ്വയം ഉള്ളിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. സ്വന്തം തെറ്റുകൾ ഒന്നും തൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വന്നതാണ് എന്ന് പറയാതെ എല്ലാം മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് ആക്കി വെച്ച് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ അവരവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. അതായത് മനോജിൻ്റെ അമ്മയും മനോജിൻ്റെ ഭാവി വധുവായിട്ടുള്ള ആ കൂട്ടുകാരിയും എല്ലാവരും സ്വയം തെറ്റുകൾ മനസ്സിലാക്കിയിട്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അയൽപ്പക്കം എന്ന ഉപനിഷത്ത്. ചാപ്റ്റർ 8 ആണ് അയൽപ്പക്കം എന്ന ഉപനിഷത്ത്. ഇതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, നോക്കാം. നമുക്ക് ഇതിൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഒന്നെങ്കിൽ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ.